നമസ്കാരം, ഞാൻ ജയന്താണ്. ദേവര ഒരാളുടെ വാക്ക് കേട്ട് കൊള്ളയടിക്കാൻ പോകുന്നൊരു കൊള്ളക്കാരായ ഒരുപാട് മണ്ടന്മാരുടെ കഥ പറയുന്നൊരു സിനിമയാണ് ദേവര എന്ന് പറയുന്നൊരു മൂവി. എനിക്കിതിൽ എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫാൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ വിവരമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ. ഞാൻ കരുതി ഈ വിവരമില്ലാത്ത ആൾക്കാർ വിജയ് ഫാൻസ് മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്കത് തെറ്റി. വിജയ് ഫാൻസിനൊക്കെ അവരൊക്കെ നല്ല ആൾക്കാരാണെന്ന് എനിക്ക് ഈ ജൂനിയർ NTRൻ്റെ ഫാൻസിനെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. പടത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് അവർ നടത്തിയ ഒരു ആഘോഷത്തിൽ ഒരു കുഞ്ഞാടിനെ ഒറ്റ വെട്ടിന് തല ഇറക്കുന്നു. ആ തല കൊണ്ടുപോയി പുള്ളിയുടെ മുഖത്തൊക്കെ വെച്ചങ്ങ് തേക്കുകയാണ്. ആ രക്തം ഉണ്ടല്ലോ പുള്ളിയുടെ മുഖത്ത് വെച്ച് തേക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അത് കാണുമ്പോൾ നമുക്ക് ആ ഒരു നല്ല നടൻ്റോടെ വരെ നമുക്ക് വെറുപ്പ് തോന്നുന്ന രീതിക്കുള്ള ഒരു അതിമോശമായിട്ടുള്ളൊരു സംഭവം കാണാനിടയായി. അതൊക്കെ വെച്ച് നമ്മുടെ വിജയ് ഫാൻസ് ഒന്നും എനിക്ക് തോന്നുന്നു ഇത്രയും തെണ്ടിത്തരം കാണിച്ചിട്ടില്ല. അവർ വിവരമില്ലാതെ ഓരോ കാര്യങ്ങൾ അവർ പറയുന്നു ചെയ്യുന്നു എന്ന് വെച്ച് ഇത്രയും ഒരു സൈക്കോ ആയിട്ട് ഇതുവരെയും ഒന്നും ചെയ്തിട്ടില്ല. എന്തിനാണ് പാലഭിഷേകം ചെയ്യുന്നുണ്ട്, പിന്നെ വേറെ പല പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വെടിക്കെട്ട് നടത്തുന്നുണ്ട്. എന്തിനാണ് ഈ രക്തം കൊണ്ട് ശുദ്ധം ചെയ്യുക എന്ന് ഏതോ ബാഹുബലിയിലൊരു ഡയലോഗ് ഉണ്ടല്ലോ, കട്ടപ്പ രക്തം കൊണ്ട് ശുദ്ധം ചെയ്യുമെന്ന് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ. ഇനി അതുമല്ലാതെ അവന്മാർ മനസ്സിലോ എല്ലാം വെച്ച് ചെയ്തതാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും വെറും പൊട്ടന്മാരെന്ന് എനിക്ക് പറയാൻ പറ്റൂ. സത്യത്തിൽ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ നല്ല രീതിക്ക് വിഷമമുണ്ട്. ഒരു ജീവനാണ്, ഒരു നടൻ്റെ ഒരു സിനിമ റിലീസിനോടനുബന്ധിച്ച് എന്തിനു വെറുതെ ഒരു ജീവനെ നശിപ്പിക്കണം? സാധാരണ ഈ ആടിനെ കൊല്ലാത്തൊരു ജീവിയല്ല. ആടിനെ കൊല്ലുന്നുണ്ട്, ആൾക്കാർ തിന്നുന്നുണ്ട്, ഞാനും തിന്നുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ആടിനെ കൊന്ന് തിന്നുന്നില്ല. നാളെ നമ്മുടെ NTRൻ്റെ ഒരു പടം ഇറങ്ങിയാണ്. എനിക്ക് ഒരാടിനെ നരബലി ചെയ്യാം. കാര്യം നരബലി എന്നൊക്കെ പറയുന്നത് ഒക്കെ എപ്പോഴും ഉണ്ട് എന്ന് നമുക്ക് ഈ ഒരു സംഭവം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഒന്നുകിൽ ആ ആടിനെ കൊന്ന അവൻ ആരാണോ അല്ലെങ്കിൽ അത് ആരൊക്കെയാണോ ചെയ്ത് അവരെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ഈ ഒരു സിനിമ കണ്ടിട്ട് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഈ പടത്തിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ ഇതേപോലുള്ള വിവരമില്ലാത്ത കാര്യങ്ങൾ എന്തിന് ചെയ്യുന്നു? ഒരു സിനിമ റിലീസ് ചെയ്യുന്നു, ഓക്കെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിലൊരു ജീവൻ ഇല്ലാതാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ചിലവരുണ്ട്, അവർ വലിയ ഫ്ലെക്സൊക്കെ വലിച്ച് കെട്ടാൻ വേണ്ടി മുകളിലൊക്കെ ചെല്ലുന്നു, എന്നിട്ട് മറിഞ്ഞടിച്ച് വീണ് ചാവുന്നു. അതേപോലെ ചിലവർക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ ചാവുന്നു. അതൊക്കെ അവരുടെ വിവരമില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതെന്ന് നമുക്ക് പറയാം. പക്ഷേ അവരുടെ വിവരമില്ലായ്മയ്ക്ക് വേണ്ടി എന്തിനൊരു സാധു ജീവനെ ബലിയർപ്പിക്കണം എന്നാണ് എൻ്റെ ചോദ്യം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ഒരു പടം കണ്ട വ്യക്തിയാണെങ്കിൽ ആ ഒരു വീഡിയോ ചിലപ്പോൾ കണ്ടു കാണും, ചിലപ്പോൾ കണ്ടു കാണില്ല. ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതിൻ്റെ പേരിൽ ഈ ഒരു പടത്തെ ഞാൻ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല. ഒരു നല്ല ചിത്രമാണ്. ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടുകൊണ്ടിരിക്കാവുന്നൊരു ചിത്രമാണ്. എടുത്തു പറയേണ്ടതായിട്ടൊന്നും ഈ ചിത്രത്തിൽ ഒന്നുമില്ല. കഥയുടെ അവസാനം വരുമ്പോഴത്തേക്ക് എല്ലാ പടങ്ങളിലും നമ്മളെല്ലാ ബ്രഹ്മാണ്ഡ ചിത്രങ്ങളിലും കാണുന്ന പോലെയുള്ളൊരു ഇതിൽ കൊണ്ടുവന്നാണ് പടം അവസാനിപ്പിക്കുന്നത്. സെക്കൻഡ് പാർട്ടും ഉണ്ട്. സെക്കൻഡ് പാർട്ട് ഇനി ഇറങ്ങുമെന്നൊന്നും അറിയത്തില്ല. ചിലപ്പോൾ ഇറങ്ങുമായിരിക്കാം. ഇറങ്ങിയാൽ തന്നെ ഇനി എന്താണ് കഥയെന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊന്ന് പറയൂ, എന്തിനാണ് ഈ ഒരു നരബലി പടത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് കാണിച്ചത്? എന്തിന്? എനിക്കത്രേ പറയാനുള്ളൂ ഈ ഒരു ചിത്രത്തെ പറ്റി.